presents അൻസാറേ, എൻ്റെ അൻസാറേ, നമ്മളെ പയറ്റിയ അളവുകളൊന്നും പോരാ. പുതിയ പുതിയ പരിപാടികൾ എന്നാലേ ശരിയാവുള്ളൂ. ഇടേ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്നേ. അതായത് ചാരിറ്റിയാണ് നമ്മൾ ഇനി പിടിക്കാനുള്ളത്. അതായത് നമ്മൾ സുഖമില്ലാത്ത ആളുകൾ, ചികിത്സയ്ക്ക് നിവൃത്തിയില്ലാത്തവർ, അവരെ ആശുപത്രി കൊണ്ടുപോകുക, അവരുടെ ചികിത്സ മുഴുവൻ ഏറ്റെടുക്കുക. പിന്നെ അടുത്തത് ഈ കല്യാണം കഴിക്കുക, അതായത് ബുദ്ധിമുട്ടാണ് കല്യാണപ്രായമായി നിൽക്കുന്നവരെയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുട്ടികളെ അവരുടെ കല്യാണം നടത്തി കൊടുക്കുക. വീട് ഭവന നിർമ്മാണം അതുണ്ട്. അത് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും. കാരണം വോട്ട് ഇങ്ങോട്ട് കയറണമെങ്കിൽ ഇതൊക്കെ ചെയ്താലേ പറ്റുള്ളൂ. RDP-കാരന്മാർ എന്തൊക്കെയാണ് അതിന് പ്ലാൻ ചെയ്തേക്കണമെന്ന് അറിയില്ല. RDP-കാരെ പരമാവധി വോട്ട് നമ്മൾ പിടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ കൂടെ സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഏത് രീതിയിലും. കാരണം അവരെ മറുപടി പറയേണ്ട ഞാനാണ്. ശരി, ഓക്കെ. അത് അടുത്ത മീറ്റിംഗിൽ നമുക്ക് സംസാരിക്കാം. ശരി. ഇലക്ഷൻ കഴിയണവർ ഒരു സമാധാനം ഇല്ലെന്നുള്ളതാണ് മനുഷ്യൻ. നിങ്ങൾക്ക് ഇലക്ഷൻ കഴിയണവരല്ലേ ഇവിടെ, അല്ലെങ്കിലേ സമാധാനം ഇല്ല. ഇത് നിനക്കിപ്പോ എന്താണ് പ്രശ്നം? നിങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് നീ ഇത് ഉരുട്ടിക്കൊണ്ടിരിക്കാത്ത നേടെ തക്കിടൂ. കർത്താവിനാണ് ഈ ഇലക്ഷൻ കഴിയണവരെ എവിടെയെങ്കിലും ഒരു ലോഡ്ജ് എടുത്തിട്ട് അവിടെ കിടക്കണം നല്ലത്. ഇവിടെ വന്ന നെഗറ്റീവ് എന്തെങ്കിലും നല്ല കാര്യം മനുഷ്യൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇങ്ങനെ തുടങ്ങി. നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്തേക്കുന്നത്? എന്താണ് ഇപ്പൊ നിനക്ക് എന്താണ് പ്രശ്നം? ഇന്ന് ആ വെലുപ്പിനും വിളിച്ചിട്ട് നിങ്ങൾ ഫോൺ എടുത്തോ? അവരെത്ര നാൾ മുമ്പ് ഇവിടെ വന്ന് പറയുന്നു. നിങ്ങൾ അതിന്റെ ആർക്ക് വീട് വെച്ച് കൊടുക്കാനേ നടക്കണം. വല്യപ്പനും വല്യമ്മന്നല്ലല്ലോ നീ ഇത്ര കടന്ന് ബഹളം വെക്കാൻ. അവർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കാൻ അതെ, എനിക്ക് സിമന്റ് മറ്റേ ഇഷ്ടികയൊക്കെ വെച്ചിട്ട് പൂശാനും തേക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. തേക്കാൻ അറിയത്തില്ലെന്നോ? നിന്റെ അത്ര എനിക്ക് അറിഞ്ഞൂടാ. ആ പണി അറിയാമെങ്കിൽ ഞാൻ ചെയ്തു കൊടുത്തേ. പണിക്കാർ വരണ്ടേ? അവർ വന്നാലല്ലേ സമയത്ത് പണി ചെയ്ത് പണിക്കാരും വരൂല. തങ്ക, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടല് കേട്ടോ. ദേഷ്യം മനുഷ്യനെ പുറത്തിറങ്ങി നടക്കാൻ സമ്മതിക്കരുത്. പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഡാഡിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. സോഷ്യൽ മീഡിയ എല്ലാം ചെയ്യുന്നുണ്ടല്ലോ. സോഷ്യൽ മീഡിയയിൽ സപ്പോർട്ട് ഉണ്ടായിട്ട് എന്താ കാര്യം? നാട്ടുകാർ പറയണം നല്ലതാന്ന്. എന്റെ സ്കൂളിലെ ടീച്ചർ പറയാനുണ്ട് ഡാഡി ഇപ്പൊ സോഷ്യൽ മീഡിയ വരുന്ന ആളെ പത്രത്തിൽ വരും, TV വരും, റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിൽ വരെ വിളിച്ചു പറയും. കണ്ടു ഈ ചാരിറ്റിയുടെ പേര് മനുഷ്യനെ കളിപ്പിക്കാൻ എന്റെ അധ്വാനമാണ് ഇരിക്കുന്നത്. ഇത് തിന്നിട്ട് എന്നെ തന്നെ കുത്തണം. നിങ്ങളുടെ കോള് കണ്ടപ്പോ എനിക്ക് സങ്കടം വരുമായിരുന്നു. പൊന്നമ്മ മതി. എന്ത് മതിന്ന്? ഉള്ള വീട് പൊളിച്ചു കളയാൻ പറഞ്ഞത് പിന്നല്ലാണ്ട് ഞാൻ താമസിക്കേണ്ടി വരൂല്ല. നാട്ടുകാരെല്ലാം കൂടി ഇങ്ങോട്ട് വന്നോളും. ആയിക്കോട്ടെ, അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തോളാം. മനുഷ്യൻ ഒരു രീതിയിലും പറ്റാത്ത എന്താണ്ട് കയ്യാല കയറാൻ നിക്കരുതെന്ന് പറയും. അയ്യാത്ത പട്ടി. അത് തന്നെ ആയിക്കോട്ടെ. ഈ നാക്കിന്റെ സാമർത്ഥ്യം കൂടെ ഇല്ലായിരുന്നെങ്കിൽ കർത്താവേ. അയ്യോ, എന്റെ നാക്കുള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണം. ഇങ്ങനെ വെറുതെ വളവള പറയാനേ കൊള്ളാവൂ. ഡാഡി കഴിച്ചിട്ട് പോകും. നിറഞ്ഞു മോളെ, നിറഞ്ഞു. നമ്മളെ സ്നേഹിക്കണം. നമുക്ക് സന്തോഷത്തോടെ അന്നം തരാൻ ആളുണ്ട്. വേണ്ടടി, ഒരു തട്ടുകടയുടെ ഉദ്ഘാടനം ഉണ്ട്. ഞങ്ങൾ തുടങ്ങി കൊടുക്കുന്ന ഒരു തട്ടുകട. അവിടെ നിന്ന് 2 ദോശ നിന്ന് സമാധാനമുണ്ട്. ഈ ഇങ്ങനത്തെ ഇത് തിന്നണേന്നും അതാണ് നല്ലത്. ഇത് വേണ്ടാഞ്ഞിട്ടൊന്നുമല്ല, പുറത്തുനിന്ന് ആരോണ്ട് പറ്റിച്ച് തിന്നാൻ വേണ്ടി പോണതാണടി. എന്തറിഞ്ഞിട്ടാണ് ഡാഡി ഒരുപാട് നല്ല കാര്യം ചെയ്യുന്നുണ്ട്. ചാരിറ്റിയുടെ പേര് മനുഷ്യനെ കൂടായി പഠിച്ചു കഴിഞ്ഞാലേ ജാമ്യം പോലും കിട്ടത്തില്ല. അകത്ത് പോയി അഴി എണ്ണേണ്ടി വരും. അറിയോ? ആണെങ്കിലല്ലേ ഇത് കഴിഞ്ഞില്ല ഇതുവരെ. എന്താടാ പെണ്ണുമുള്ള എത്ര നേരമാണ് ഈ ഫർണിക്കാതെ ഞാൻ കൈ ടൂരാൻ പറ്റുന്ന പാട്. എന്നെ കാത്ത് ഇടലിരുന്ന് വലിച്ചു പുളിച്ച് വിഷമിച്ച് അറിയണോ അല്ല അറിയണം. ഇതിനകത്തോട്ട് കൈയിടാൻ നിന്നോട് ആര് പറഞ്ഞു? പിന്നെ കൈയിടാ, അതിനകത്തിരിക്കുന്ന ഡപ്പിപ്പാട്ട നിങ്ങൾക്ക് ഞാൻ എങ്ങനെ എടുത്തു തരും പറ? എന്നാ പിന്നെ അവന്റെ എന്റെ കൈയിട്ടാ പോലെ അങ്കിൾ എന്തിനാ കൈയിടാൻ പോയെ? ഞാൻ ആ ഡെപ്പി എടുത്ത് തരാനല്ലേടാ പറഞ്ഞോളൂ നിന്നോട്. അത് കൈ ഇടാൻ എന്റെ ഭരണി പോകും. എന്തിന് പൊട്ടിക്കാൻ? ഞാൻ കൈയെടുക്കും. എന്റെ ഭരണി പൊട്ടിക്കാൻ ഞാൻ സമ്മതിക്കൂല. നിങ്ങൾ നീച സ്ത്രീ പെണ്ണുമ്പോൾ എന്നെ കൊണ്ട് ഇങ്ങനെ ജയിപ്പിക്കാൻ കൊള്ളാവോ? ഈ ഭരണിയാണ് എന്റെ കൈയാണെന്ന്. നീ ഒന്ന് നിർത്തിക്കേ. ഇതിന്റെ ഉള്ളോട്ട് ഇത്രയും കൈ കുത്തി കയറ്റണമെങ്കിൽ നീ എന്തോരം പാടുപെട്ടു. അത്രയും കുത്തി കയറ്റുമ്പോ നിനക്ക് അറിയാൻ പാടില്ല എന്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റൂല എന്ന് റൊണാൾഡേ. ഞാനാണോ തെറ്റുകാരൻ? പിന്നല്ലേ. നീ അവിടെ എങ്ങനെ പോയി നിന്നെ വലിക്കാം? എന്തിന്? കൈ വേണ്ടേ? വേണ്ട. ഉടനെ ഭരണി അങ്ങ് പൊട്ടിക്കാൻ പോവാ. മുറുക്ക പിടിച്ചോ. നീ നിന്ന് നോക്കിക്ക. വാ ഇങ്ങോട്ട് പിടിച്ചോ.
ഒച്ച എടുക്കാതിരിക്കേ. ഞാൻ ഒന്ന് നോക്കട്ടെ. പിന്നെ ഇത്ര നേരം കഴിയിട്ടതിന് ഇത്ര ഒന്ന് പോന്നോ? നിങ്ങൾ ഈ കമത്തി നോക്കാതാണ് ഇത്ര നേരം ഇത് ഊരാൻ നോക്കിയത്. ഇതിനാണോ പെണ്ണുപിള്ളാന്റെ കൊണ്ട് ഈ പണി കഴിപ്പിച്ചത്? എന്റെ പൊന്നോ. ഇപ്പൊ ഇതിന് വേണ്ടിട്ട് ഈ ഭരണി പൊട്ടിച്ചായിരുന്നെങ്കിൽ മാറിയില്ല അങ്ങോട്ട്. ഇത്ര നേരം കൊണ്ട് വലത്തേക്ക് കൈ പുകയുന്നു മുട്ട. എന്നാ പിന്നെ ഇപ്പൊ കഴിക്കണ്ട റൊണാൾഡേ, ഇപ്പൊ കഴിക്കണ്ട. കൈ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് ഇതാക്ക്. നാളെ ഏട്ടാ കഴിച്ചോ. കൊള്ളാം കേട്ടോ. നല്ല ടൈലാ. ഇപ്പം എത്ര എണ്ണം ഉണ്ട് ഇത്? എന്റെ അല്ലേ ഇത് നമ്മുടെ അമീതമ്മയുടെ വീട്ടില് ടൈലിട്ടെ ബാക്കി. ഇത് എത്ര എണ്ണം ബാക്കി? 20-22 ടൈല് കാണും. 22 എണ്ണം ഉണ്ടല്ലേ? 22. അല്ല ഈ ടൈല് വെച്ച് എന്ത് ചെയ്യാനാ 22 ടൈല് വെച്ച്? ഇതേ അൻസാറേ, ഇതൊക്കെ പരിപാടികളുണ്ട്. നീ ഒന്ന് അടങ്ങ്, നീ സമാധാനമായിട്ട് നില്ല. അതൊക്കെ എൻ്റെ തലയിൽ ഐഡിയ ഉണ്ട്. ഞാൻ അവന്മാരൊക്കെ വരട്ടെ, അവന്മാർ കളക്ട് ചെയ്ത് കൊണ്ടുവരണേ കൂടെ നമുക്ക് നോക്കട്ടെ. നോക്കിയിട്ട് ഞാൻ പറയാം. ഇപ്പോൾ ആ വിഷയം വിട്ട് ഇതിപ്പോൾ നമ്മൾ ഈ പരിപാടി കഴിഞ്ഞാൽ അടുത്ത നമുക്ക് ആ വിനയേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭയങ്കര സാമൂഹ്യ സേവകനുണ്ട്. അയാൾ എന്നും പാവങ്ങളെ സഹായിക്കാൻ അവർ നമ്മളെ പാർട്ടിയിലോട്ട് കൊണ്ടുപോകണം. നമ്മളെ ആളാക്കണം. അത് അവൻ മറ്റേ ചോറ് കൊടുക്കലും പരിപാടികളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടല്ല വരും ആ അന്നദാനമൊക്കെ കൊടുക്കേണ്ടത് നമ്മൾ കൂടെ ബാനറൊക്കെ ആയിട്ട് ചെന്ന് നിൽക്കുന്നു, കൊടുക്കുന്നു, നമ്മളെ പാർട്ടി വഴിയുള്ളതാണെന്ന് പറയുന്നു. ഏത് പക്ഷെ വേറെ കാര്യമുണ്ട്, വിനയേന്ദ്രൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. അതൊക്കെ സമ്മതിപ്പിക്കാം നിങ്ങൾ. അതൊക്കെ നൈസ്. എല്ലാവരും നേക്കൊണ്ടേ. എവിടെയാ നോക്കട്ടെ. എടാ ഈ അളവിനുള്ള എത്ര എണ്ണം ഉണ്ട്? 32 എണ്ണം. 32 എണ്ണം. അതുകൊണ്ട് ഇത് എത്ര ഡാൻസർ? എത്ര എണ്ണം ഉണ്ട് ഇത്? ഇതൊരു 22 എണ്ണം വരും. 32, 22, 52. അമ്മ തന്നെ നടരാൻ്റെ നോക്കട്ടെ. ഓ അത് ആ ഡിസൈനാണ് അല്ലേ? നോക്കട്ടെ നിങ്ങൾ. അല്ല ഇത് ഫ്ലോറിൽ ഇടുന്ന പോർച്ചിലൊക്കെ ഇടുന്ന സാധനം ഇത്. സമാധാനമായിട്ട് ഇരി ഡാൻസറേ. അവർക്ക് കാർ പോർച്ചൊന്നും ഇല്ലല്ലോ. അവൻ അങ്ങനത്തെ ആളല്ലല്ലോ. അവർക്ക് നമുക്കിത് എവിടെയെങ്കിലും ഇട്ട് കൊടുക്കാം. അല്ല ഞാൻ അളിയൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കട്ടെ. അല്ലെ ഇതെല്ലാം പല പല കളറാണിത്. ഈ കളറിൽ ഇത് എങ്ങനെ ഇടുന്നത്? ഇതൊന്നും അത്തപ്പൂക്കളം ഇടുമോ നമ്മൾ? അൻസാറേ, നമ്മൾ ഈ അത്തപ്പൂക്കളം ഇടാൻ പൂക്കൾ പലയിടത്തു നിന്ന് ശേഖരിച്ചാണല്ലോ ഇടുന്നത്. ആണോ? അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ ടൈല് പലയിടത്തു നിന്ന് ശേഖരിച്ച് നമ്മളിത് കൊണ്ടുവന്ന് അവിടെ അങ്ങ് ഇടും. ഒരു ഡിസൈനായിട്ട് കിടക്കും അത്തപ്പൂക്കളം പോലെ. എൻ്റെ ആളിയാ എങ്ങനെ അളിയാ ഒരു വീടിൻ്റെ ഹാളിനകത്തോ ഒരു കയറി വരുന്ന ഉമ്മറത്തൊക്കെ എങ്ങനെ പല പല കളറിൽ ടൈൽ ഇടുന്നത്? അത് നമുക്ക് ഹാളിലിടണ്ട, ബാത്റൂമിൽ ഇടാലോ. ബാത്റൂമിൽ ഇടാലോ, എവിടെയെങ്കിലും ഉപയോഗിക്കാലോ. അല്ലെങ്കിൽ അടുക്കള ഇടാലോ. അവിടെയൊന്നും ഇപ്പം ആരും കയറി നോക്കൂലല്ലോ. ഹാളിൽ നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം. ഇടേ ദാനം കിട്ടണ പശുവിൻ്റെ പല്ല് എണ്ണല്ലേ. ഒരാൾ ഒരു സഹായം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഇനി ഇതിനെല്ലാം നമ്മൾ പൈസ ഒപ്പിച്ചിട്ട് ചെയ്യാൻ നിന്നാലേ കുടുംബത്തിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരേണ്ടി വരും. എന്തോ മലങ്കോള് വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. എന്തായാലും പ്രയോജനമില്ലാത്ത കേസിനകത്ത് മച്ചമ്പ ഇങ്ങനെ ഉറക്കോളച്ചിരുന്ന കണക്കെഴുതുകയെന്ന് പറഞ്ഞ എന്തുവാന്ന് വെച്ചാൽ എന്നോട് പറ മച്ചമ്പി. എല്ലാം കിട്ടുവാണെങ്കിൽ പാടാനുമ്പോൾ ചീരയുടെ നനയറ്റം. എന്താണ് നിന്റെ പ്രശ്നം? മച്ചമ്പി എന്തായാലും കാര്യമായിട്ട് എന്തോ കള്ളക്കണ എഴുതി ചില്ലറ ഒപ്പിക്കാനുള്ള പരിപാടിയാണെന്നറിയാലോ. എന്നാൽ എൻ്റെ പൊന്നനിയൻ കേൾക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ സത്യസന്ധമായിട്ടും മാന്യമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു പാവപ്പെട്ട ഒരാളിന് വീട് വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ കുറേ കണക്കുകളാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു നിർത്തന്നെ സഹായിക്കാം, തികച്ചും ചാരിറ്റി. അല്ല നീ ഉദ്ദേശിക്കുമ്പോൾ അല്ല കൈയും കാലും ഇട്ട് വാരണമല്ല. ചാരിറ്റി മലങ്കോള്. എടാ നിനക്ക് ഈ ചിന്തയുള്ളൂടാ, അല്ലാതെ വേറൊന്നുമില്ലേ. ഞങ്ങളിപ്പോൾ ഇലക്ഷൻ വരണുണ്ട്. ഇലക്ഷന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ചെയ്യണ ഒരു കാര്യമാണിത്. ഇലക്ഷനോട് വെക്കട്ടെ. മച്ചമ്പി ഒരു കാര്യമില്ലാത്തിട്ട് ഇത്ര റിസ്ക് എടുക്കത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. മച്ചമ്പയ്ക്ക് പൈസ വന്നാൽ എനിക്ക് നാളെ ഒരു 500 രൂപ കടം ചോദിക്കില്ല. അതുകൊണ്ട് എന്തായാലും പറയാൻ പറ്റുന്ന കാര്യമാണെ പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് ചെയ്യുന്ന സഹായം നമുക്കും ചെയ്യാൻ പറ്റും. അയ്യോ നിന്നെ കൊണ്ട് ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നു? പറ്റൂല. അതുകൊണ്ടാണ് നിന്നോട് പറയാത്തത്.
1 ചാക്കല്ല 50 ചാക്ക് സിമെന്റുള്ള ഏർപ്പാട് ഒപ്പിച്ചെന്നാലോ? തുടങ്ങാളെ പള്ളിയുടെ ഫ്രണ്ടിൽ ടയർ കിടത്തുന്ന ബാസിനച്ചായില്ലേ, അച്ഛൻ ശരിക്കും ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ 10ാം ക്ലാസ് ജയിച്ച പിള്ളേർക്ക് 10 പേർക്ക് യൂണിഫോം, ഡ്രസ്സ്, അതിന്റെ പരിപാടികൾ കൊടുത്തു. പിന്നെ വയ്യാ വരുന്ന വടക്കേവളയിൽ നമ്മുടെ ജയ്മോന്റെ അമ്മച്ചിയെ തമിഴ്നാട് വലിയൊരു ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ച് വെച്ചാനാ. അച്ഛനെന്ന് ഒരു ബാനർ കെട്ടണം, ഈ പരിപാടിയുടെ ഭാഗമായിട്ടൊക്കെ നിന്നാൽ മതി. ഒന്ന് കയറ്റി വെച്ചിരുന്ന ചില്ലറ വീഴും. ഞാൻ സംസാരിക്കാം. അച്ഛൻ എടുക്കുന്നതിനകത്ത് മച്ചമ്പി എടുക്കുന്നതിനകത്ത് ഒരു വീതം എനിക്ക് തരണം. മച്ചമ്പിക്ക് ആ വിഹിതം വേണ്ട കേട്ടോ. അങ്ങനെ ഒരു ബാസ്റ്റിന്റെ സഹായം ഇപ്പൊ വേണ്ട തൽക്കാലം. മച്ചമ്പി പുള്ളിയെ കൊണ്ട് ചെയ്യാവുന്ന എന്തായാലും മച്ചമ്പി കൈയിട്ട് പൈസ വാരുമല്ലോ, അതിന്നൊരു വീതാരി. ഭർത്താനെ ഇനി ഇവിടെ പറയരുത് കൈയും കാലും ഇട്ട് വാരണമെന്ന്. ഒരു മനുഷ്യൻ ഒരു കാര്യം നല്ല രീതിയിൽ സത്യസന്ധമായിട്ട് ചെയ്യുമ്പോ അതിനെ അങ്ങ് വ്യാഖ്യാനിക്കണം. ഞാൻ പറഞ്ഞ ബാസ്റ്റിനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് പറഞ്ഞത് ഈ ബാസ്റ്റിനെ നിനക്ക് എത്ര നാളായിട്ട് അറിയാം? ജനിച്ച നാള് പോലെ അറിയാം. ആണല്ലോ. നിന്നെക്കാളും കുറച്ച് നാൾ കൂടുതൽ മുമ്പ് ജനിച്ച ആളാണ് ഞാൻ. അതുപോലെയാണ് ബാസ്റ്റിനും. ഞാനും ബാസ്റ്റിനായിട്ടുള്ള ബന്ധം നിനക്ക് അറിയില്ലല്ലോ. അതിനേക്കാളും വലിയൊരു ബന്ധം ഞങ്ങൾ ചില്ലറ അടിയല്ല ഉണ്ടാക്കാൻ പോകും. ആയിക്കോട്ടെ, തമ്മിത്തല്ല് ബന്ധമല്ലേ നിങ്ങൾക്കുള്ളൂ. ഞാനും ബാസ്റ്റിനായിട്ട് അതല്ല ബന്ധം. പിന്നെ നീ പറഞ്ഞ ബാസ്റ്റിന് ഇലക്ഷൻ കഴിഞ്ഞ് വേറെ ഒരു കാര്യം ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ബാസ്റ്റിന് അത് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ ഇനി ബാസ്റ്റിന് എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ട് അവിടുന്ന് അത് കിട്ടിയിട്ട് ഇതുണ്ടാക്കണ്ട. സാധാരണ വരുമാനം ഇല്ലാക്കുന്ന അനിയന്മാരെ ചേട്ടന്മാർക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൽ നിന്ന് കൊടുത്ത് സഹായിക്കാം. നാട്ടു നടപ്പും കുടുംബത്തിനകത്തുള്ളതും അത്. നിനക്കിനിയിപ്പോൾ ഞാൻ തരും. എന്ത്? എൻ്റെ കൈ കൊണ്ട് എണീറ്റ് പോകാൻ നോക്ക്. പോ. ഒരു കണക്ക് ചെയ്തുകൊണ്ടെങ്കിൽ അതിനെ അങ്ങ് വന്ന് അതും ഇതും പറഞ്ഞ് എന്താ നല്ലൊരു തുക കമ്മീഷൻ അടിക്കുന്നതിന്റെ തിളക്ക കണ്ണിനകത്ത് ഞാൻ കാണുന്നുണ്ട്. ഒലക്കര മൂട് സത്യം കണ്ടുപിടിച്ചപ്പം ദേഷ്യപ്പെടുന്ന എല്ലാവർക്കും ഉള്ളതാ. ഇതിനകത്ത് ഇച്ചിരി പൈസ ഉണ്ടാക്കും, ഉറപ്പാ. എന്താ വെച്ചാ പെട്ടിയോട്ടേക്കകത്ത് മീൻ കച്ചാടം തുടങ്ങിയത്? ഐസ്ക്രീം കച്ചവടം. സിപ്പപ്പാ നീ ഇറങ്ങി വാ. അതെ, കുറച്ച് സാധനമുണ്ട്. എന്താ സാധനം? അതങ്ങോട്ടൊന്ന് അവിടോട്ട് വെച്ച് മാറ്റി വെക്കണം. എന്താ സാധനം? സിപ്പപ്പാ? സിപ്പപ്പല്ല. ഞാൻ ഇവിടെ വന്നിട്ട് എന്താ പിച്ചും ക്ലീറ്റായിരുന്നോ? ഇത് ഓട്ടോറിക്ഷയിലൊന്ന് ഇല്ല, ഒന്നുമില്ല. ഓട്ടോറിക്ഷ കുറച്ച് റൊണാൾഡോ ഇങ്ങോട്ട് കുറച്ച് സാധനം അങ്ങോട്ട് മാറ്റി വെക്കാനുള്ളതേ. അത് ഇവിടെ അതെന്ത് സാധനം? ഇവിടെ ഒരുപാട് ആവശ്യങ്ങളില്ലേ. ഒരു വീടല്ലേ, ഇതിലും ഇവിടെ പണിയെല്ലാം ചെയ്യാനുള്ള കുറച്ച് സിമെന്റ്. എന്താ ആവശ്യം? നീ വലിയ വർത്താനം പറയാത്തത്. സിമെന്റ് സിമെന്റ് ചാക്കോട് സിമെന്റ് കട്ട സാധനം ടൈൽസിന്റെ മൊയ്ക്കൂച്ച് വിളിച്ച് കൂടാ. എന്തിനാ ഇത് ഇവിടുത്തെ പിടിയങ്ങോട്ട്? എവിടുന്ന് മോട്ടിച്ചത്? പിടിക്കും. ഇത് എനിക്ക് ഒറ്റയ്ക്ക് പറ്റത്തില്ല. പിടി. എന്തുവാടേ നിന്നെ? എന്തിനാ സിമെന്റ്? എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? എന്തിനാ സിമെന്റ്? സിമെന്റ് എന്തിനാണ്? തിന്നാനല്ലല്ലോ. സിമെന്റ് പോവാ എവിടെയും. എന്റെ തങ്കം, ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ടല്ലോ. ആ ബാത്റൂമൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ടല്ലോ. അതിനിപ്പോ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിയിട്ട് ഈ സിമെന്റ് കട്ടയും നിങ്ങൾ മേടിച്ചെന്തിനാ? എന്താണ് നിന്റെ പ്രശ്നം? എന്താണ് ഇത് എന്തിനാന്ന് ഈ ആവശ്യമില്ലാത്ത സമയത്ത് ഈ പൈസ മുടക്കി ഇത് മേടിച്ചത്? അത് പൊളിക്കുകയാണെങ്കിൽ ചെയ്താ പോരെ? അതെ, ഇതിപ്പോ പൈസ മുടക്കിയ അല്ലല്ലോ. ഇത് പൈസ മുടക്കാതെ പിന്നെ ആരെങ്കിലും നിങ്ങൾക്ക് ദാനം തരുമോ? നിനക്ക് ഇത് ദാനം. ഇതിപ്പോ ദാനം തന്നെയാണ്. അതായത് ഒരു അപ്പച്ചന്റെ അമ്മച്ചിയുടെയും വീട് പണിയുണ്ടല്ലോ. അവിടെ പണിക്ക് അവിടെ ആവശ്യത്തിന് പോയിട്ട് ബാക്കിയുള്ള സാധനങ്ങളാണിത്. അതിനവിടെ പണി കഴിഞ്ഞില്ലല്ലോ. പണി കഴിഞ്ഞില്ല. അവിടെ ഇപ്പം അവിടത്തേക്ക് 100 പാക്കറ്റ് സിമെന്റ് കിട്ടി. അവിടെ സത്യത്തിൽ അത്രേന്റെ ആവശ്യമില്ല. അവിടെ ഒരു 60 പാക്കറ്റ് സിമെന്റ് ആവശ്യമുള്ളൂ. അത്രേന്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് സുഖമായിട്ട് എല്ലാ പണിയും. അല്ല, ഒരു മിനിറ്റ്. 60 ചാക്ക് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് ആർക്കാണ് അറിഞ്ഞൂടാത്തത് അവിടുത്തെ വീടിന് അത്രയും മതി എന്നുള്ളത്? എന്റെ ക്ലീറ്റ 100 ചാക്ക് വേണോന്നുണ്ടോണ്ടല്ലേ 100 ചാക്ക് മേടിച്ചത് മേസ്തിരി പറഞ്ഞിട്ട്. എന്നിട്ട് പിന്നെ 60 ചാക്ക് മതി നിങ്ങൾ തീരുമാനിച്ച എങ്ങനെയാ? മേസ്തിരിമാരങ്ങനെ പലതും പറയും. അവർക്ക് കുറച്ച് സിമെന്റ് കൂടുതൽ കിട്ടി അതിട്ട് ഇങ്ങനെ തേച്ച് നിൽക്കാൻ ഭയങ്കര സുഖമാണ്. അത് വേണ്ട, 60 പാക്കറ്റ് മതി. അവിടെ ചോറ് തിന്നണ ബുദ്ധിമതി, ഇതൊക്കെ അറിയാൻ. അതെ,
ഇന്നലെ ഇവിടെ കള്ളക്കണക്ക് എഴുതിക്കൊണ്ടിരുന്നപ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഭയങ്കര സത്യസന്ധതയായിരുന്നല്ലോ. ഞാനൊരിടത്തുനിന്ന് പണം കൈയിട്ട് വാരത്തിന് എനിക്ക് ആരുടെ വേണ്ട, എനിക്കുള്ളത് ഞാൻ കണ്ടെത്തുന്നുണ്ട്. ഞാൻ ഇപ്പം പറഞ്ഞിട്ട് ഉറച്ചു തന്നെ നിൽക്കണത്, ഞാൻ പണം കൈയിട്ട് വാരിയിട്ടില്ല. ഇനിതോ ഇത് സിമന്റ് മണലുമാണ്. ആ അത് പിന്നെ വേറൊരു കാര്യം, ഇത് ഒരു നിർത്തനെ സഹായിക്കാനുള്ള തന്നെ ഇവിടെ ഉണ്ടല്ലോ ഒരു നിർത്തനെ. അവനുള്ള വകതിരിവ് പോലും നിങ്ങൾക്ക് ഇല്ലല്ലോ എന്റെ പൊന്നു ക്ലീറ്റോ. അവനതും ഇതും പറയാം, അവന് വല്ലതും അറിയണോ? അവന് വീണിടം വിഷ്ണു ലോകം, ഇവിടെ ഒന്ന് സൂചിച്ച് കിടക്കയല്ലേ. ഇവിടുത്തെ നിർത്തനാരാ അത് പറ. ഈ ഞാൻ എന്താ അച്ചമ്മ നിർത്തല്ല, വട്ടപൂജയാണ് ഞാൻ. ഇങ്ങനെയൊക്കെ നിക്കണം എന്നുള്ളതേ ഉള്ളൂ കേട്ടോ, ഇവക്കറിയാം. പിന്നെ ആകെ പ്രതീക്ഷ ഇവിടെ നിന്ന് അമ്മ വല്ലതും തന്നാ തന്ന് അത് കിട്ടുമല്ലോ. അമ്മേരെ മനസ്സിരിപ്പും എന്റെ കയ്യിരിപ്പും വെച്ചിട്ട് അതൊന്നും കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. കിട്ടിയാ കിട്ടി, അത്രേ ഉള്ളൂ. എന്റെ ക്ലീറ്റ് ഇത് തിരിച്ചു കൊണ്ടേ കൊടുക്കും. ഇത് ചുമ്മാ ഇതങ്ക ഇവിടത്തെ കക്കൂസ് ഇത് പണിയണ്ടേ, ഇവിടെ പൂശണ്ടേ, അത് കുറെ പൊട്ടലും ചീറ്റലായിട്ടിരിക്കുകയാണ്. അതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പറയുമ്പോ നിങ്ങൾക്ക് എളുപ്പമായി. ഇത് പേരുദോഷം കേൾപ്പിക്കും, ഉറപ്പാണ്. മര്യാദ എടുത്തോണ്ട് ചുമന്നൊരു വീടാവിടെ. പിന്നെ ലോഡിങ് ആര് വരും? ഉച്ചകൊണ്ട് കൊടുത്തില്ലല്ലോ, ഇത് വെച്ചിട്ട് കൊടുത്താൽ മതി. അത് തന്നെ ബെല്ലടിക്കുന്നു ഫോണ്. അപ്പച്ചാ, ആ പണി കഴിഞ്ഞു. 2 ദിവസം കൊണ്ട് പണിയെല്ലാം കഴിയും. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം നിങ്ങൾക്ക് താമസിക്കാം. ഇത് കുറിച്ചോ? ആ ക്ഷണിച്ചു തുടങ്ങിയോ? ആ പിന്നെ നമ്മുടെ അപ്പക്കുട്ടൻ സാറാണ് ഗൃഹപ്രവേശത്തിന് ആദ്യമായിട്ട് അങ്ങോട്ട് കയറുന്നത്. ഓ ധൈര്യമായിട്ട് തുടങ്ങിയോ? പിന്നെന്താ, എല്ലാം കഴിഞ്ഞ്. അല്ലെങ്കിൽ നിങ്ങൾ വന്ന് നോക്കിക്കോ, അമ്മച്ചിയോടും പറഞ്ഞുതരാം. ഞാൻ അതിനു വേണ്ടി അമ്മച്ചിയെ കൊണ്ട് തന്നെ വിളിപ്പിക്കണ്ട. ശരി ശരി ശരി. എന്തിനാ ക്ലീറ്റോ ഇങ്ങനെ ദ്രോഹം കാണിക്കുന്നത്? നിങ്ങൾ അവിടെ പണി കഴിഞ്ഞോ? പണി പണി കഴിയാതല്ലേ നിങ്ങൾ ആ സാധനം എല്ലാം പെറുക്കി കൊണ്ടുവന്നത്? അവിടെ ആവശ്യമുള്ള സാധനം വെച്ച് അവിടെ പണി കഴിഞ്ഞു. അത് ഏതാണ്ട് കഴിയാറായി. അത് ഇനിയിപ്പോൾ കഴിഞ്ഞോളും. ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അതങ്ങ് കഴിയും. പണി കഴിയാതെ പിന്നെ പണി കഴിഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞു എന്തിനാ? പണി കഴിഞ്ഞല്ലോ, പണി തീരാറായല്ലോ. ഇപ്പൊ ഒരു 2-3 ദിവസം കഴിയാൻ പണി കഴിയും. എനിക്കറിയില്ലേ. അല്ല, പാവങ്ങളോട് ഈ ചതി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നിന്റെ കയ്യിൽ നിന്ന് വല്ല പൈസയും ഞാൻ വാങ്ങിച്ചോ? ഇല്ലല്ലോ. നീ ഇതിലേക്ക് ഒരു നയ പൈസ ഇട്ടിട്ടില്ലല്ലോ. ഇല്ലല്ലോ, സംസാരിക്കില്ല. പക്ഷെ അവരവിടെ നിന്നുകൊണ്ട് തന്തയ്ക്ക് വിളിക്കുമ്പോഴേ അതിന്റെ ചെറിയ തുമ്മൽ എനിക്കൂടെ കിട്ടും. ഓ ആയിക്കോട്ടെ, തുമ്മലല്ലേ ഉള്ളൂ, ഒന്ന് തുമ്മിക്കോ. അനങ്ങാതിരിക്കണ ശരീരം അങ്ങനെയെങ്കിലും ഒന്ന് അനങ്ങട്ടാ, തുമ്മിയെങ്കിലും. എടുത്തിട്ട് പോയി അങ്ങോട്ട്. ഒരു വകയും കൊള്ളൂല, യൂസ്ലെസ്. ബാ സിമെന്റ് ആക്കി കുടിക്കണം. കട്ടൻ ചായ ഇടായിരുന്നില്ലേടി ചേച്ചിയുടെ ചേച്ചി? ഇന്ന് എന്തോരം പണിയുണ്ടായിരുന്നു അറിയാൻ. ഓ എനിക്ക് എന്റെ കാല് വേനെടുത്തിട്ട് ഞാൻ അവളെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാ. എന്റെ അമ്മ അതേ അവര് വരുന്നു. ഞങ്ങൾ വന്നതേ മറ്റേ വീടിന്റെ. അയ്യോ വേറൊന്നും വിചാരിക്കരുത്. അപ്പം വീട് വെച്ച് അയ്യോ ഞങ്ങൾ വീട് വെച്ച് തന്നു. പാല് കാച്ചി വിളിക്കാൻ. നല്ല വീടാ, പൈസ മുടക്കി തന്നെയാ വെച്ചത്. ഞങ്ങള് പല രാഷ്ട്രീയക്കാരെയും സമീപിച്ചു, ആരും വെച്ച് തന്നില്ല. പക്ഷേ ഇവിടത്തെ ക്ലീറ്റസ് സാറിന്റെ കൃപയാല് ഞങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് തന്നു. അതിന് പാല് കാച്ച് വിളിക്കാനാണ് വന്നത്. ഈ മാസം 26-ാം തീയതിയാണ് പാല് കാച്ച്. ഞങ്ങള് ഭയങ്കര സന്തോഷമായി. പലരെയും സമീപിച്ചു, ഒന്നും നടന്നില്ല. വരണേ. വരാം. അല്ല പിന്നെ വേറൊന്നും വിചാരിക്കരുത്. താമസിച്ചു പോയത് വേറൊന്നും കൊണ്ടുമല്ല, സമയത്ത് പണിക്കാരെ കിട്ടുന്നില്ല. എത്രയോ പേരോട് ചോദിച്ചു പറഞ്ഞു ഒപ്പിച്ചു തരാൻ. അതെ അതെ, ചോദിക്കട്ടെ, നല്ല വീടാണ്. അയ്യോ നല്ല, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റില്ല. വരുമ്പോ കാണാലോ. അതെ നിങ്ങൾ 2 പേരല്ലേ ഉള്ളു? ഓ 2 പേരേ ഉള്ളു. മക്കളൊന്നും ഇല്ല. മക്കളുണ്ടായിരുന്നു, എല്ലാം ഞങ്ങളെ വിട്ടേച്ച് പോയി. കാശ് കിടക്കാനൊരു സ്ഥലമായല്ലോ. അത് തന്നെ. പിന്നെ ഇവിടത്തെ ക്ലീറ്റസ് സാറിനോട് ഞങ്ങൾ സങ്കടമൊക്കെ പറഞ്ഞപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി. കുറച്ച് ദിവസമായിട്ട് ഉറക്കമില്ലായിരുന്നു. ചേട്ടൻ അങ്ങനെയാ വളരെ സന്തോഷം. നാട്ടുകാരെല്ലാം അങ്ങനെ ക്ലീറ്റസ് സാറിനെ പറ്റി നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നീട് മക്കളെ നമുക്ക് എല്ലാവർക്കും പോണം കേട്ടോ. നിങ്ങൾ എല്ലാരും മറക്കല്ലേ? മറക്കണ്ട, നിങ്ങളെല്ലാരും വരണം. ശരി ശരി എന്നാ. റെഡിയായ ഞാൻ സാരി എടുത്ത് കഴിയാറായേ. മുടിയും കൂടെ കിട്ടിയാ പിന്നെ എന്താ വന്നാല് ഇപ്പൊ എല്ലാരും കൂടെ പോണോ? എന്തിനാ അമ്മയും ഡാഡിയും പോണോ? പടക്കം അതെല്ലാം സെറ്റ് ചെയ്തോ? ഒന്നാമത് പാവപ്പെട്ടു. പടക്കത്തിനുള്ള സംവിധാനമൊക്കെ ചെയ്തോ? ഫ്ലീറ്റ് വെച്ചിട്ട് വെച്ച് കൊടുക്കണ വീടല്ലേ? ഇറങ്ങി ഇതെപ്പോ ഇറങ്ങി
നമ്മൾ ശരിക്കും കുടുംബക്കാരാ, നമ്മളെല്ലാരും ഇന്നലെ പോയി നിൽക്കേണ്ടവരാ. എന്താ കഥയും പറഞ്ഞു ഇവള് വരുന്നില്ല ക്ലീറ്റോ ചേട്ടാ? മര്യാദ കൊണ്ടുപാടി. എല്ലാരും കൂടെ പോകേണ്ട ആവശ്യമില്ലല്ലോ, മോശം. നമ്മൾ കുടുംബക്കാരാണ് അവരുടെ. ആരുമില്ലാത്ത നിർദ്ധനരായ ആൾക്കാരെ കൂടെ നമ്മൾ നിൽക്കണം. നീ റെഡിയായ മുടി ചെയ്യാം? അയ്യോ ദേ മുടി ചെയ്യിട്ടില്ല. സ്ലൈഡ് ഉണ്ടോ ചേച്ചി? എന്റെ കയ്യിൽ ഇവിടുന്ന സ്ലൈഡ് അവളോട് ചോദിക്ക്. ഇത് ഇവിടെ കുത്തി ഇങ്ങനെ വെക്കി. ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ പോയി സ്ലൈഡ് തപ്പാം. വേണ്ടടി, അയ്യോ ഇങ്ങനെ വെച്ചാൽ കൊള്ളത്തില്ല. ഇതിങ്ങനെയും കൂടി ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒന്ന് കണ്ണാടി കൊള്ളാമെന്ന് നോക്കിയേ. കൊള്ളൂല്ലേ? നോക്കട്ടെ നോക്കട്ടെ. എന്താ അവിടേക്ക് വരുമ്പോ കൊള്ളൂല്ലേ? ഇതൊക്കെ പിള്ളേർക്കേ ചേരുള്ളൂ. വെച്ച പോലെ നോക്കട്ടെ. ഇനി ബാക്കി മതി ഉള്ളത്. പഴയ പോലെ തന്നെ കേട്ടാ. ഇത് സ്പ്രേ അടിച്ചാ? അഭിപ്രായപ്പെടുത്തി എങ്ങനെയാണ് മാമി? കുറച്ചുകൂടെ സ്പ്രേ ഒക്കെ അടിച്ചാ? നോക്കിയാ അടിച്ചാ? ഒരു എവിടെ? ഒന്നും അറിയണ്ട. എങ്ങനെ മച്ചമ്പിയേ, മച്ചമ്പിയേ, മച്ചമ്പി ഇറങ്ങില്ലേ? ഇറങ്ങല്ലെന്ന് പ്രാർത്ഥിച്ചാ ഓടി വരുമായിരുന്നു. ഇനിയിപ്പൊ നീ വരണ്ട. അതെ, ഇനി ഒരുങ്ങിട്ടൊക്കെ എപ്പോ വരാനാ വരണ്ട? ഞാനും വരുന്നില്ല, നിങ്ങളും പോണ്ട. ആ പാലാച്ചി വീടിന്റെ ഒരു സൈഡിലാണ് ഇടിഞ്ഞു വീണത്. എന്താ അവിടെ പാലാച്ചിന് വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടി ടാർപ്പ വലിച്ചു കെട്ടാൻ വേണ്ടി ഒരു കയറ് ജനലിന്റെ അറ്റത്ത് കെട്ടിയിട്ട് അത് വലിച്ചൊരു തെങ്ങ കെട്ടിയതാ. കയറ് വലിച്ചപ്പോഴത്തേന് ആ ജനലിൽ 4 കട്ടല്ലാണ്ട് ഇടിഞ്ഞ് അവിടുത്തെ അപ്പച്ചന് തല വീണു. ഒരു ബന്ധുവിന് പേർക്കുണ്ട്. രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പുതിയ വീടല്ലേ? ഭയങ്കര പ്രശ്നം. അങ്ങോട്ട് ചെന്ന് കയറി കൊടുക്കാൻ ഒരു കൊല്ലും. നിങ്ങളുടെ അനിയനാണ് ആരോ എന്നെ വിളിച്ച് ചീത്ത വിളിച്ചാൽ പറ്റിയോ? രണ്ടുപേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ സാറൊക്കെ വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് ചെന്ന് കയറല്ലേന്ന്. അയ്യോ, അതെങ്ങനെ പറ്റിയത്? എങ്ങനെ പറ്റി? എങ്ങനെ പറ്റാതിരിക്കും? എങ്ങനെ പറ്റാതിരിക്കും? ആ പുറകുവശത്തോട്ട് ചെന്ന് നോക്ക്. അവിടെ ആ വീട് പണിയാൻ കൊണ്ടുവന്ന എന്താണ് സിമെന്റ് എല്ലാം കൊണ്ടുവന്ന് ഇങ്ങോട്ട് ചുമന്നിട്ട് വന്നു. ഒരു വീട് പണിയാൻ ഇത്രയും സിമെന്റിന്റെ ആവശ്യമില്ലേ? അതിൽ നിന്ന് പകുതി അടിച്ചു മാറ്റി ഇവിടെ കൊണ്ടുവെക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതെ, തുപ്പൽ പോലെ പൂശി വിട്ടേക്കുവാ. ആ മനുഷ്യൻ മരിച്ചുപോയി ആരോട് ഉത്തരം പറയും? വലിയ പ്രശ്നമാവും കേട്ടോ ക്ലീറ്റോ ചേട്ടാ. പ്രശ്നമാകും. പോലീസ് പിടിച്ചിട്ട് പോട്ടെ. ഒന്നും പറയാനില്ലേ നിനക്ക്? ഇനി ഒന്നും പറയാനില്ലേ? പറയാനുണ്ട്. എനിക്ക് അപ്പച്ചനോടും അമ്മച്ചിയോടും പറയാനുണ്ട്. ചെന്നങ്ങോട്ട് കയറിക്കൊടു. ഞാനും അപ്പച്ചനും അമ്മച്ചിയും നമ്മൾ ചതിക്കപ്പെട്ടിരിക്കുകയാണ്. ആര് ചതിച്ചു? ഇപ്പൊ ഭരിക്കുന്ന സർക്കാർ തരണം മണലും സിമന്റും കൊള്ളൂല. അത് ഗുണനിലവാരം ഇല്ലാത്തതാണ്, വ്യാജനാണ്. അത് ഗുണമില്ലാത്തതുകൊണ്ടാണ് ഇത് വീട് പൊളിഞ്ഞു വീണതെന്ന് ഞാൻ അവരോട് പറയും. എന്നിട്ട് ഞങ്ങളെ വോട്ട് വന്ന് ജയിപ്പിക്ക്. അപ്പൊ നല്ല സാധനം കൊടുത്ത് നല്ല വീട് പണിഞ്ഞു കൊടുക്കും ഞങ്ങൾ. ആ മായം ചേർത്ത സിമന്റ് അല്ലേ ഇവിടെ കൊണ്ടുവച്ചത്? എന്റെ പൊന്നോ, അതുകൊണ്ട് കക്കൂസ് പണിയായ നന്നായി. ശരിക്കും പണിയണായിരുന്നു. ചെന്നവിടെ രാവിലെ പോയി ഇരിപ്പിരിക്കൂല്ലേ? ഒന്നേരം ഭിത്തിയെല്ലാം കൂടി ഇടിഞ്ഞു പോയി ഇതിന്റെ തലയിലോട്ട് അങ്ങ് വീഴണമായിരുന്നു. ഒറ്റ നിമിഷം കൂടി തീർന്നേനല്ലോ അപ്പൊ. Audience.